കഴിഞ്ഞ സൺഡേ നമുക്കൊരു മാരേജ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലോങ് ആയതുകൊണ്ട് നേരത്തെ ഇറങ്ങിയിരുന്നു. ലോങ് എന്ന് പറയുമ്പോൾ ഒരുപാടല്ല, കരുനാഗപ്പള്ളിയിലായിരുന്നു കല്യാണം. വീട്ടിൽ ടൈമിന് ഫുഡ് കൊടുക്കുമ്പോൾ കഴിക്കാത്ത എൻ്റെ മക്കൾക്ക് പുറത്തിറങ്ങിയ അപ്പം വിശപ്പ് തുടങ്ങും കേട്ടോ. ആ വിശപ്പ് കണ്ട് ബാക്കിയുള്ളവർ കൂടി നല്ല വിശപ്പുണ്ടാക്കി തരും. ഇപ്പം ശരിക്കും ഇത് പതിവാക്കിയിട്ടുണ്ട്. കയ്യിൽ കിട്ടിയതൊക്കെ കഴിച്ചു, വെള്ളം കുടിച്ചു. അങ്ങനെ പതിയെ നമ്മൾ കല്യാണം നടക്കുന്ന അമ്പലത്തിലെത്തി. ശരിക്കും ഞങ്ങൾ ഒരുപാട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. കല്യാണം 12:30 കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളൊരു 11 മണിയോടെ അമ്പലം എത്തിയിട്ടുണ്ടായിരുന്നു. ചേച്ചിമാർ നല്ല മാംഗോയുടെ പാൽ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച് കുറച്ച് നേരം ഇരുന്നു. ഇത് കുഞ്ഞമ്മയുടെ മകളാണ് കേട്ടോ. ഇത് അവളുടെ ബേബിയും കുറച്ച് നേരം വാവയൊക്കെ കളിപ്പിച്ചു. കുഞ്ഞമ്മ കുറച്ച് പൂ തന്നിരുന്നു. അത് അപ്പം തന്നെ കൈയോടെ ഞാൻ വെച്ചു കേട്ടോ. എനിക്ക് പൂ ഇഷ്ടമായതുകൊണ്ട് പിന്നെ അത് വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ചു കേട്ടോ. ശേഷം കല്യാണ പെണ്ണ് വന്നു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഒന്ന് നിന്ന് തിരിയാൻ സ്ഥലമില്ലായിരുന്നു. കല്യാണം നമ്മളൊരു മൂലയ്ക്ക് നിന്ന് കണ്ടു. പിന്നെ സദ്യയായി. പിന്നെ പതിവ് പോലെ നമ്മളുടെ പരിപ്പും പപ്പടവും കൂട്ടി ഒന്ന് പിടിച്ചു. പിന്നെ സാമ്പാർ, പിന്നെ പായസമായി. എനിക്ക് പഴം കൂട്ടി കഴിക്കണ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കരുനാഗപ്പള്ളി ജംഗ്ഷൻ എത്തിയപ്പോൾ ഈ ബോർഡൊക്കെ കാറ്റ് പാറി പറക്കുന്നുണ്ടായിരുന്നേ. അപ്പം തന്നെ ഇറങ്ങി എൻ്റെ കൈകൾ പതിവ് പോലെ തണ്ണിമത്തനിലോട്ട് പോയിരുന്നു. അമ്മ മധുരക്കിഴങ്ങ്, കൊച്ചുള്ളി, സവോള, നെല്ലിക്ക തുടങ്ങി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചു. ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിലും എനിക്ക് ഗിയർ ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ പോയാലും എവിടെ പോയാലും എൻ്റെ കൈ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.